കോട്ടയം മെഡിക്കൽ കോളേജിൽ ലിസ്റ്റിൽ പേര് വന്ന ശേഷവും ശസ്ത്രക്രിയകൾക്ക് 6 മാസം വരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് രോഗികൾക്ക്. ഡോക്ടർമാരുടെ കുറവും രോഗികളുടെ എണ്ണത്തിലുള്ള വർധനയുമാണ് ശസ്ത്രക്രിയകൾ വൈകുന്നതിന് കാരണം. ഡോക്ടർ ഹാരിസ് കോട്ടയത്ത് ജോലി ചെയ്തിരുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നതായി സഹപ്രവർത്തകർ പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ രോഗികളുടെ ബാഹുല്യമാണ് അടിസ്ഥാന പ്രശ്നം. ഒപ്പം സ്ഥിരം ഡോക്ടർമാരുടെ എണ്ണത്തിലുള്ള കുറവും പ്രശ്നം സങ്കീർണമാക്കുന്നു. സമീപ ജില്ലകളിൽ നിന്നടക്കം രോഗികളുടെ ഒഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്നാണ് ശസ്ത്രക്രിയകൾ നീളാൻ കാരണമെന്ന് ഡോക്ടർമാർ തന്നെ സമ്മതിക്കുന്നു. അടിയന്തരമല്ലാത്ത ഓപ്പറേഷനുകൾക്ക് 6 മാസം വരെ രോഗികൾ കാത്തിരിക്കണം. ദിവസവും 400-ലധികം ഒപിയും ശസ്ത്രക്രിയ അടക്കമുള്ളവയും ഡോക്ടർമാർക്കും ജീവനക്കാർക്കും ജോലിഭാരം കൂട്ടുന്നു. PG ഡോക്ടർമാർ, ഹൗസ് സർജന്മാർ എന്നിവരുടെ ഡ്യൂട്ടി ക്രമീകരണം വഴിയാണ് ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഡെർമറ്റോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കേസുകൾ കോടതിയിൽ നിലനിൽക്കുന്നതും തിരിച്ചടിയാണ്. അതേസമയം സാധന സാമഗ്രികളുടെ കുറവ് മൂലം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇതുവരെ ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ പ്രതികരിച്ചു. ഡോക്ടർ ഹാരിസ് മുമ്പ് യൂറോളജി വിഭാഗം മേധാവിയായിരിക്കെ പരാതികൾ അറിയിച്ചപ്പോൾ പരിഹരിച്ചിരുന്നതായും അധികൃതർ വ്യക്തമാക്കി. പണി തീർന്ന സർജറി ബ്ലോക്കിന്റെ പ്രവർത്തനം തുടങ്ങുന്നതോടെ ശസ്ത്രക്രിയകളുടെ കാലതാമസം കുറയുമെന്നാണ് കരുതുന്നത്. അതേസമയം രോഗികളുടെ ബാഹുല്യത്തിനനുസരിച്ച് ഡോക്ടർമാരുടെ നിയമനം നടക്കാത്ത പക്ഷം പ്രശ്നപരിഹാരം വൈകും. ജോസി ബാബു, മീഡിയ 1, കോട്ടയം.